അപ്പോൾ ഇടുക്കിയിലെ ജനപ്രതിനിധികളും വൈദ്യുതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവിടുത്തെ വൈദ്യുതിയുടെ ഉൽപ്പാദന, പ്രസരണ, വിതരണ മേഖലകളിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും സാധ്യതകളും എല്ലാം പരിശോധിച്ചു. അതിന് മുൻപ് തന്നെ ഞങ്ങൾ മൂലമറ്റത്തെ പവർ ഹൗസും ഇടുക്കിയിലെ ഡാമുകളും കണ്ടു. സത്യത്തിൽ വളരെ അഭിമാനകരമാണ് ഇടുക്കിയിലെ ഡാമും അതുപോലെ തന്നെ പവർ ഹൗസിൻ്റെയും പ്രവർത്തനങ്ങൾ. ഞാൻ വ്യക്തിപരമായിട്ട് വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് വന്ന് കണ്ടതാണ്, അതിനുശേഷം ആദ്യം വരുന്നതാണ്. വളരെ അതിശയകരം, അത്ഭുതകരം. ഇതിൻ്റെ ടെക്നോളജി, ആർക്കിടെക്റ്റ് സ്കിൽ ഇതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇടുക്കി കേരളത്തിൻ്റെ തന്നെ പവർ ഹൗസാണ്. അവിടെ ഉൽപ്പാദനം, പ്രസരണ, വിതരണ മേഖലകളിലെ തടസ്സങ്ങൾ നീക്കണം. ജനപ്രതിനിധികൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എഞ്ചിനീയർമാർ അതിൻ്റെ വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നല്ല നിലയിൽ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണം. കുറേ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആവശ്യങ്ങൾ ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആവശ്യകതകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലാ പഞ്ചായത്തുമായിട്ടുള്ള ഒരു ഭൂമി സംബന്ധിച്ച ആവശ്യകത അത് മന്ത്രിമാർ തലത്തിൽ, വൈദ്യുതി വനം വകുപ്പ് മന്ത്രിമാർ തലത്തിലുള്ള ചർച്ചയ്ക്കായിട്ട് ഇടുക്കിയിലെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുന്നതാണ്. ചില പുതിയ സെക്ഷൻ ഓഫീസുകളുടെ ആവശ്യം വന്നു, സബ്സ്റ്റേഷനുകളുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ന്യായയുക്തമായ കാര്യങ്ങൾ അതും അംഗീകരിച്ച് വേഗത്തിൽ നടപ്പിലാക്കുന്നതാണ്. ഇടുക്കിയുടെ പ്രത്യേകമായ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ഗതാഗത പ്രശ്നം അതെല്ലാം കണക്കിലെടുത്തു. അപ്പോൾ ഇടുക്കിക്ക് എല്ലാവിധത്തിലുമുള്ള പരിഗണന നൽകും. നല്ല കോൺട്രിബ്യൂഷൻ ജനപ്രതിനിധികളെല്ലാം ഇവിടുത്തെ വൈദ്യുതി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ച്. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. കൂടുതൽ ജനസൗഹൃദമാക്കാൻ, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദൃഢനിശ്ചയത്തോടെ യോഗം പിരിയുകയും നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. ഇത് കാര്യത്തിൽ ഡീൻ കുര്യാക്കോസ് MP-ക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ഈ കാര്യത്തിൽ ആരംഭം മുതൽ, അദ്ദേഹം MP ആയ മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പരിസ്ഥിതി വകുപ്പിൻ്റെ മന്ത്രിയാകുന്നതിന് മുമ്പ് ഞാനും എൻ്റെ നിയോജക മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ കൊട്ടിയൂരും ആറിലും ഉള്ളതുകൊണ്ട് ഞാനും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം വന്ന നോട്ടിഫിക്കേഷൻ വലിയ അത്ഭുതങ്ങളല്ല, കഴിഞ്ഞ നോട്ടിഫിക്കേഷനുകളുടെ ആവർത്തനമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫൈനലായിട്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല. ഫൈനലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. കൊടുത്തിട്ടുണ്ട്, നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഈ കാര്യത്തിൽ സംസാരിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം ഒരു പ്രത്യേക ടീമിനെ, 5 or 6 അംഗങ്ങളുള്ള സയൻറ്റിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ടീമിനെ പഠിക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങളുമായിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ആ ടീമിനെ കേരളം ക്ഷണിച്ചു വരുത്തി. കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, ഞാനും ഉൾപ്പെടെ മുഖ്യമന്ത്രിയും ഇതിൻ്റെ ഈ വകുപ്പുകളുടെ എല്ലാം സെക്രട്ടറിമാരും പരിസ്ഥിതി ഉദ്യോഗസ്ഥന്മാരും ഇരുന്ന് ചർച്ച നടത്തിയിരുന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ കേന്ദ്രം നിയോഗിച്ച ഉദ്യോഗസ്ഥ തല പഠന സംഘത്തിൻ്റെ മുമ്പിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ ഈ കരട് വിജ്ഞാപനമാണ് ഇപ്പോഴും വന്നിട്ടുണ്ട്. കരടുകളുടെ ആവർത്തനമാണ്. 2013, 14 മുതൽ 26 വരെ ഇതുവരെ വന്നിട്ടുള്ളത് കരടുകളുടെ ആവർത്തനമാണ്. അത് ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചാൽ, ആ വിജ്ഞാപനം മുഴുവൻ വായിച്ചാൽ കേരളമാണ് ഈ കാര്യത്തിൽ അന്ന് നമ്മൾ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ വെച്ച് കുറച്ചെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ കരട് വിജ്ഞാപനത്തിൻ്റെ നിരവധി പേജുകളിൽ കേരളത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരളം ഈ പ്രവർത്തന രംഗത്ത് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളെക്കുറിച്ച്, കേരളം നടത്തിയ പഠനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലെയും അന്ന് അവരെന്ത് പറഞ്ഞു അത് തന്നെയാണ്. എക്സെപ്റ്റ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള, എക്സെപ്റ്റ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു 6 സ്ഥലത്തെങ്കിലും അങ്ങനെ കേരളത്തിൻ്റെതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളം ചെയ്തതുകൊണ്ടാണ്. എന്നാൽ കൂടുതൽ നമ്മുടെ പോയിൻ്റ് എന്താണ്? ജനവാസ മേഖല, കൃഷി സ്ഥലങ്ങൾ, തോട്ടങ്ങൾ ഇത് ഒഴിവാക്കണം എന്നാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ് ഉറച്ചു നിൽക്കുന്നു. ആ കാര്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കൂടുതൽ ശക്തമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പരിസ്ഥിതി മന്ത്രി എന്ന നിലയിൽ ഞാനും MP-മാരുടെ കൂടി സഹായത്തോടും സഹകരണത്തോടും കൂടി ശക്തമായിട്ട് നമ്മളുടെ കേസ് സമയബന്ധിതമായിട്ട്, ഇതുവരെ നമ്മൾ ഈ ഫൈനൽ ഹിയറിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒന്നിച്ച് കേൾക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് അവരുടെ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വൽ കേസസ് കേട്ട് സംസ്ഥാനങ്ങളുടേതായിട്ട് തീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൂടി സാധ്യതയുണ്ട് എന്ന് അവരുടെ തന്നെ കേന്ദ്രത്തിൻ്റെ തന്നെ നിർദ്ദേശമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ കേസ് നമ്മുടെ ഭൂവിസ്തൃതി കുറവ്, കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭൂവിസ്തൃതി കുറവ്. വനവിസ്തൃതി നമുക്ക് അഡ്മിറ്റഡ്ലി നമുക്ക് 29.15% വനമുണ്ട്. പിന്നെ നമുക്ക് ജനസാന്ദ്രത കൂടുതൽ, ഒരു സ്ക്വയർ കിലോമീറ്ററിലെ ജനം താമസിക്കുന്ന കേരളത്തിൽ കർണാടകത്തിലേക്കാളും തമിഴ്നാട്ടിനേക്കാളും ഇരട്ടി കണ്ടാണ്.
അപ്പോൾ കേരളത്തിൻ്റെ ആ ആവശ്യങ്ങൾ, പിന്നെ കേരളത്തിൽ മറ്റ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനവാസ മേഖലയും കൃഷി സ്ഥലങ്ങളെയും തെല്ലും ബാധിക്കാത്ത രൂപത്തിൽ ഉള്ള ഒരു ഫൈനലായിട്ടുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രവർത്തിക്കും. കേരളം ലോക്കലായിട്ട് പഞ്ചായത്തുകളിൽ സ്റ്റഡി നടത്തി, അത് വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ, കൃഷി ഓഫീസർ, ഇവരെല്ലാം നടത്തിയ ഒരു സ്റ്റഡിയുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ തന്നെ കൃത്യമായിട്ട് വായിച്ചാൽ കേരളത്തിൻ്റെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, കേരളത്തിൻ്റെ ESA ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോട്ടിഫൈഡ് ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്. കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ESA എന്ന് തന്നെ ആ നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കിയാൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റും ഈ പറഞ്ഞ മാനദണ്ഡങ്ങളനുസരിച്ച് കൃഷി സ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ജനവാസ മേഖലകളെയും ഒഴിവാക്കിക്കൊണ്ട് ആക്കുന്നതിനും അതിൻ്റെ ഭൂവിസ്തൃതി കൃത്യമായിട്ട് ക്ലിപ്തപ്പെടുത്തുന്നതിനും തിട്ടപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൂടി പരിസ്ഥിതി വകുപ്പിൻ്റെ ഞങ്ങൾ പറഞ്ഞല്ലോ, ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ഒഴിവാക്കുക, അതാണ് നമ്മൾ. ശരി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.